ആറ്റുകാൽ എത്രത്തോളം മനോഹരമാണ് എന്നുള്ളതും ഇവിടെ നിന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. രാവിലെ മുതൽ നമ്മൾ ഈ തിരക്കിന്റെ കാര്യം ഇങ്ങനെ പറയുകയാണ്, അതിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് കാണുമ്പോഴാണ് അത്ഭുതം. മാത്രമല്ല പൂജ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച, അത് കഴിഞ്ഞ് അവിടെ നോക്കുമ്പോഴത്തേക്കും അത് അതിലും മനോഹരമായിട്ട് തോന്നും. അപ്പോൾ അത്രയും ഭംഗിയാണ് ഇവിടുത്തെ ഓരോ ലൈറ്റിങ്ങും കാര്യങ്ങളും. ദീപപ്രഭയിൽ മുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച. ക്ഷേത്ര പരിസരം എങ്ങനെയാണ്? ഇത് മാത്രമല്ല അനന്തപുരി ഒട്ടാകെ അത്രത്തോളം മനോഹരമാണ് ഇന്നത്തെ രാത്രി ശരിക്കും നമ്മുടെ അനന്തപുരി എന്ന് പറയുന്നത്. ഒപ്പം പറയുന്നത് ചൂടാണ്, കനത്ത ചൂടാണ്. ഇപ്പോൾ ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഈ സമയത്തുണ്ടെങ്കിലും രാവിലെ ആകുമ്പോഴത്തേക്കും അത് രാവിലെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട് നാളെ നിങ്ങൾ ഈ പൊങ്കാലയ്ക്ക് ഇനി അധികം സമയമൊന്നുമില്ല, നമ്മൾ രാത്രിയായി, ഇനിയിപ്പം നിമിഷങ്ങൾ എണ്ണിലൊരു കാത്തിരിപ്പാണ്. പക്ഷെ നാളെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഭയങ്കര വെയിലാണ്, ചൂടാണ്, നിങ്ങൾ കാണുന്നതാണിത്, വെറുതെ പറയുന്നതല്ല, കൈയൊക്കെ പൊള്ളുന്ന അവസ്ഥയിലുള്ള ചൂടാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങളൊക്കെ സാധ്യത വളരെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതൊന്നും മടി കാണിക്കരുത്. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് മേടിച്ച് അതൊക്കെ കുടിക്കണം. അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും ഒരു കുഴപ്പമില്ല അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അവസാനിക്കുകയാണ് എന്തുണ്ടെങ്കിൽ അനന്തപുരിയിലെ ജനങ്ങൾ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. അത് എല്ലാ വർഷവും നിങ്ങൾ എല്ലാവരും അനുഭവിച്ചറിയുന്ന കാര്യം തന്നെയായിരിക്കും. വഴിയിലെല്ലാം തന്നെ ഇടവിട്ട് ചെറിയ തിരക്ക് കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ തന്നെ പോകുന്നു. ഇനി നാളെ നമ്മൾ നേരം പുലരുന്നത് പൊങ്കാല ആ ഒരു അവരുടെ ഒരു കാത്തിരിപ്പ്, ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ നാളത്തെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ പൊങ്കാല തന്നെയാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ. രാവിലെ ആകുമ്പോഴത്തേക്കും തോറ്റമ്പാട്ട് ആരംഭിക്കുന്നതായിരിക്കും. മറ്റു ചടങ്ങുകൾക്ക് ശേഷം തോറ്റമ്പാട്ട് ആരംഭിക്കുന്നതായിരിക്കും. നാളെ പാടുന്നത് പാണ്ഡ്യരാജാവിന്റെ വധമാണ്. തോറ്റുപാട്ട്. അതെ, അത് ആ പാണ്ഡ്യരാജാവിന്റെ വധം പാടി തീർന്നു കഴിയുമ്പോൾ പണ്ടാരടുപ്പിലേക്ക് ദീപം പകരുന്നതായിരിക്കും. അതിനുശേഷം അക്ഷരാർത്ഥത്തിൽ അനന്തപുരി യാഗശാലയായിട്ട് മാറും. തീർച്ചയായിട്ടും യാഗശാലയായിട്ട് മാറുന്ന പറയുമ്പോൾ ഐതിഹ്യം കണ്ണകിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചിലപ്പതികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണിലാളും അഗ്നിയാൽ മധുരാ നഗരി ചുറ്റരിച്ച് വന്ന കണ്ണകി ദേവിയാണ് ശാന്തിയാക്കാൻ വേണ്ടിയിട്ട്, അന്നദാന പ്രിയയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനന്തപുരിയുടെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ പൊങ്കാല അർപ്പിക്കുകയാണ് കണ്ണകി ദേവിക്ക്. അങ്ങനെ ഭക്തി നിർഭരമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ ഉണ്ട് എങ്കിൽ പോലും നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ് പൊങ്കാലയ്ക്കായിട്ട്. അങ്ങനെ അനന്തപുരി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു, ദീപപ്രഭയാൽ മുങ്ങിക്കഴിഞ്ഞു. ഭക്തസഹസ്രങ്ങൾ അവസാനമായിട്ട് ആ ദേവിയെ ഒരു നോക്ക് കാണാനായി ഇവിടെ മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ്. ഇപ്പോഴും ഇനി രാവിലത്തേനുള്ള കാത്തിരിപ്പാണ്. പണ്ടാരടുപ്പിൽ ദീപം പകരുന്നതോടുകൂടി ഭക്തിസാന്ദ്രമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നാളെ തുടക്കമാകുന്നതായി. എന്താണെങ്കിലും ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അല്ലെ മുറിയാതെ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം.